ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 സെപ്റ്റംബർ 17 ബുധനാഴ്ച. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ തൊടിയിൽ വളരുന്ന കൃഷ്ണകിരീടം. ഇംഗ്ലീഷിൽ അതിനെ പഗോഡ ട്രീ എന്ന് പറയും. കൃഷ്ണമുടി എന്നും ഹനുമാൻ കിരീടമെന്നും കാവടിപ്പൂ എന്നും അറിയപ്പെടുന്ന ഈ സസ്യം ഏതാണ്ട് 5 അടിയോളം ഉയരം വെക്കുന്നതാണ്. ഇതിൻ്റെ പൂവിന് 1.5 അടിയോളം ഉയരവും 1 അടിയോളം വീതിയുമുണ്ട്. ഒരു കിരീടം പോലെയാണ് ഈ പുഷ്പം വളർന്നു കാണുന്നത്. നല്ല ചുമപ്പ് നിറമാണ് ഈ പൂവിനുള്ളത്. തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളം ഇടുവാനും ഈ പൂക്കളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും ഇവയെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു വെർഷൻ വെളുത്ത നിറമുള്ള പൂവും നമ്മുടെ തൊടികളിൽ സുലഭമായി ഞാൻ കാണുന്നുണ്ട്. വെളുത്ത നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന ചെടിയെ പെരിയലം എന്നാണ് സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുള്ളത്. ഇതിന് കൃഷ്ണകിരീടത്തിൻ്റെ അതേ ഷേപ്പാണുള്ളത്. കോണിക്കൽ ഷേപ്പിൽ. ഇതിന് ഏതാണ്ട് 1 അടി ഉയരവും 3/4 അടിയോളം വീതിയുമുണ്ട്. രാവിലെയാണ് ഈ പുഷ്പങ്ങളെല്ലാം വിടരുന്നത്. ധാരാളം ചെറുതേനീച്ചകൾ ഈ പൂക്കളിൽ വന്നിരിക്കുകയും തേൻ ശേഖരിക്കുകയും ചെയ്യാറുള്ളതിനാൽ ഞാൻ ഇതിനെ നശിപ്പിച്ച് കളയാറില്ല. ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോവുകയും പിന്നീട് ഇതിനെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് പതിവ്. ഇന്ത്യയിൽ പല ഇടങ്ങളിലും ഈ പൂക്കളെ സുലഭമായി കാണുന്നുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ചൈന, വിയറ്റ്നാം മുതലായ രാജ്യങ്ങളിൽ ഈ പൂക്കൾ ഉണ്ട്. അലങ്കാരത്തിനായി മാത്രമാണ് ഈ പൂക്കളെ ഉപയോഗിക്കാറുള്ളത്. ഇതിന് ഔഷധ ഗുണങ്ങളൊന്നും ഉള്ളതായിട്ട് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ആറിൻ്റെയും തോടിൻ്റെയും സൈഡിൽ ഈ സസ്യത്തെ കാണാറുണ്ട്. സാധാരണ പാഴായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് വളർന്ന് വലുതാകുമ്പോൾ ആർക്കും ഉപദ്രവമില്ലായെയും അതുപോലെ തേനീച്ചകൾക്ക് ഉപകാരം ഉള്ളതുമായതിനാൽ ആരും തന്നെ ഇതിനെ നശിപ്പിക്കാറില്ല. ഇതിൻ്റെ ഇലകൾ വളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പെരിയലം ഇഞ്ചിക്കും പിന്നെ മറ്റ് പൊതയിടുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പെരിയലത്തിന് അല്പം ഔഷധ ഗുണം ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ പിഴിഞ്ഞ് നമ്മൾ മുറിവുകളിൽ പുരട്ടിയാൽ അത് പെട്ടെന്ന് കരിയും എന്നൊക്കെ നമ്മുടെ കാരണവന്മാർ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതായിട്ടാണ് അറിവ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഈ ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂഞ്ഞാർ കുര്യൻ.